നമ്മളിങ്ങനെ പ്രഷർ ആയിട്ട് കൊണ്ട് കിടക്കും, നമ്മൾ ചികിത്സിക്കില്ല, നമുക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരും. സാർ ഇന്ന് എന്ത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹൃദ്രോഗത്തെ പറ്റിയുള്ള എപ്പിസോഡാണ് തുടങ്ങിയത്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഹൃദ്രോഗം, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്, ഹൃദ്രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പദം കൊറോണറി ആർട്ടറി ഡിസീസ്, സാധാരണക്കാരുടെ ഭാഷയിൽ ബ്ലോക്ക്. അത് അതിൻ്റെ എങ്ങനെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ബ്ലോക്ക് ഉണ്ടായാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഈ ആഴ്ചയിൽ നമ്മൾ ബ്ലോക്ക് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളും അതിൻ്റെ ചികിത്സയെ പറ്റി സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് നമ്മൾക്ക് പലപ്പോഴും എത്ര ശ്രമിച്ചാലും തടുക്കാൻ പറ്റില്ല. അതിൻ്റെ ചികിത്സയെ പറ്റി സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് നമ്മൾക്ക് പലപ്പോഴും എത്ര ശ്രമിച്ചാലും തടുക്കാൻ പറ്റില്ല. കാരണം 163 ജീനുകൾ വരുന്ന മാറ്റങ്ങളാണ് ബ്ലോക്കിലേക്ക് നയിക്കുന്നത്. എല്ലാവർക്കും ഈ 163 ജീനുകളിലും മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല. ചുരുക്കം പേരിൽ അത് കൂടുതൽ സ്വാധീനമുള്ള ജീനുകളിൽ മാറ്റങ്ങളായിരിക്കാം. മറ്റുള്ളവരിൽ ചെറിയ തോതിലുള്ള ഇത് ബാധിക്കുന്ന രീതിയിലുള്ള ജീനുകളെ ആയിരിക്കും ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഈ 163 ജീനുകളിൽ എത്ര ജീനുകൾ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം. പക്ഷെ നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഇന്ന ജീനുകളാണ് ബ്ലോക്കിന് കൂടുതൽ കാരണക്കാരെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയൊന്നും വേർതിരിച്ച് ഇപ്പോഴും നമുക്ക് സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ വളരെയധികം ജീനുകൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മളിൽ ധാരാളം ആളുകൾക്ക് ഇതിൽ പല ജീനുകളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ 10, 15 ജീനായിരിക്കും, ചിലപ്പോൾ 10, 50, 60, 70 ജീനായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് 100 ജീനുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ ജീനിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, ജീനിൽ മാറ്റം വന്ന മ്യൂട്ടേഷൻസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീനിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക് അത് എന്തുമാത്രം ജീനുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിൽ അവർക്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് വരാനുള്ള കാരണം. ജീനുകളിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടേഷൻസ്, ഇതിപ്പോൾ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാം. ഇതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ DNA ഘടന. അതായത് ഒരു പിരിയൻ ഗോണിയുടെ ആകൃതിയാണ് DNA-ക്കുള്ളത്. ഇതിൽ ഒരു സൈഡിൽ ഒരു ബേസ്, അതായത് ബേസിക്, അതായത് ആൽക്കലിയുടെ സ്വഭാവമുള്ള ഒരിത്, മറ്റേ സൈഡിൽ വേറൊരു ബേസ്, ഈ വേറൊരു ബേസ്. ഇങ്ങനെ 4 ബേസുകളാണ് ഈ DNA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ പ്രധാന ഘടകം. അഡനിൻ, തൈമിൻ, ഗോഡിൻ, സൈറ്റോസിൻ. ഇതാണ് ഈ 4 ബേസുകൾ. അഡനിന് A, തൈമിന് T, ഗോഡിന് G, സൈറ്റോസിന് C.
ഇപ്പം ഈ സൈഡിൽ അഡനിലാണ്, ഈ സൈഡിൽ തൈമിനായിരിക്കും, ഉറപ്പാണ്. ഇതിന് മാറ്റം പറ്റില്ല. അഡനിലും സൈറ്റോസിനും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, ഗോഡിനും തൈമിനും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അഡനും തൈമിനും മാത്രം, ഗോഡിനും സൈറ്റോസിനും മാത്രം. പക്ഷേ മ്യൂട്ടേഷൻ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ ഒരു ഗോഡ് സൈറ്റോസിനാണെങ്കിൽ അതിന് പകരമായിട്ട് ഒരു അഡനും തൈമിനും ഇവിടെ വന്നു എന്ന് വിചാരിച്ചു പോകും. അതിന് നമ്മൾ പറയാം പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ എന്താ പറയുക? ഈ പോയിന്റ് മ്യൂട്ടേഷൻ വന്നാൽ ഈ ഇതുപോലത്തെ 3 ബേസ് പെയേഴ്സ്, ഇതിന് ബേസ് പെയേഴ്സ് എന്നാ പറയുക, 3 ബേസ് പെയേഴ്സ് ചേർന്നതാണ് ഒരു അമിനോ ആസിഡിൻ്റെ ഫോർമേഷൻ്റെ കാരണമാകുന്നത്. അതായത് പ്രോട്ടീൻ്റെ ഘടകങ്ങളാണല്ലോ അമിനോ ആസിഡ്സ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നത്, ഒരു അമിനോ ആസിഡ് ഫോം ചെയ്യാൻ 3 ഈ ബേസ് പെയേഴ്സ് വേണം. അഡനിൻ തൈമിൻ ഗോഡസൈറ്റ്, അഡനിൻ തൈമിൻ വീണ്ടും അഡനിൻ തൈമിൻ, അല്ലെങ്കിൽ വീണ്ടും അഡനിൻ തൈമിൻ, അല്ലെങ്കിൽ അഡനിൻ തൈമിൻ ഗോഡസൈറ്റ്, അങ്ങനെ മാറി മാറി വരാം. അപ്പം ഇത് ഒരെണ്ണം മാറിയാൽ ഈ അമിനോ ആസിഡ് മാറും. ഇപ്പോൾ ഒരു തൈമിൻ, ഒരു ട്രിപ്റ്റോഫൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡാണ് ഇതിനുള്ളതെങ്കിൽ പിന്നെ വരുന്നത്, ഇത് ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞ അമിനോ ആസിഡായിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ പ്രോട്ടീൻ്റെ ഘടന തന്നെ മാറും. അപ്പോൾ ആ പ്രോട്ടീൻ്റെ സ്വഭാവം മാറും. പ്രോട്ടീൻസ് വളരെ എൻസൈംസ് ആയിരിക്കും. അതായത് ബോഡിയിലെ ഓരോരോ ഫങ്ഷൻസ് ഇതിനെ സഹായിക്കുന്ന എൻസൈംസ് ആയിരിക്കും പല പ്രോട്ടീൻസ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരും. പക്ഷേ എപ്പോഴും വളരെ ഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണ് ഇപ്പം ഈ 163 ജീനുകളിൽ കുറേ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലതിൽ ഇതുപോലെ ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂട്ടി, ചിലതിൽ ഫാറ്റ് കൂടുതലുണ്ടാക്കും. അങ്ങനെ ഓരോരോ രീതിയിൽ അതിനെ സ്വാധീനിക്കും. അപ്പോൾ ഈ പോയിന്റ് മ്യൂട്ടേഷൻസ് ആണ് ഈ 163 ജീനുകളിലും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കും 100% ഈ കൊറോണറി ആർട്ടറി ഡിസീസിന്, കൊറോണറി ആർട്ടറി ഡിസീസ് അതിൻ്റെ ഷോർട്ട് ഫോം CAD, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വെച്ചാൽ സാധാരണ ഭാഷയിൽ ബ്ലോക്ക്, CAD. അപ്പോൾ 100% നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. എന്തെല്ലാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ എടുത്താലും ഇതിൻ്റെ ജീനുകൾ നമ്മുടെ ശരീരത്തിൽ കിടപ്പുണ്ടെങ്കിൽ 100% നമുക്ക് ഇതിനെ തടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഫേറ്റലായിട്ടുള്ള പ്രശ്നം. പിന്നെ അപ്പോൾ ഇതാണ് ജനിതകമായിട്ടുള്ള കാരണം. പിന്നെ ഉള്ളത് നമുക്ക് കുറേയൊക്കെ നിയന്ത്രിക്കാവുന്ന സംഗതികളാണ്. അതിലൊന്ന് പലതരം അസുഖങ്ങൾ. ഉദാഹരണമായിട്ട് ഡയബറ്റീസാണ് ഇത് ഇന്ത്യയിൽ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഡയബറ്റീസാണ്, പ്രമേഹമാണ്. ആ പ്രമേഹത്തിൻ്റെ നിയന്ത്രണം ശരിയായിട്ട് നടന്നില്ലെങ്കിൽ മിക്കവാറും തന്നെ ആളുകൾ കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് പോകും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു പുകവലിക്കാരൻ്റെ കൂടിയാണെങ്കിൽ നിശ്ചയമായി 100% ഉറപ്പാണ് ഹൃദ്രോഗത്തിലേക്ക് പോകും. പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാക്കുന്നത്, പുകവലി. പിന്നെയുള്ളത് പ്രഷർ. പല ആളുകൾക്കും പ്രഷർ ഉണ്ടാവും, പക്ഷെ അവർ നോക്കുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല, പിറ്റേന്ന് ചികിത്സിക്കുന്നത്. പ്രഷർ ഉണ്ടാവും, അവർക്ക് യാതൊരു കുഴപ്പമില്ല, കാരണം അവർക്ക് വേറെ പ്രശ്നം, തലവേദനയില്ല, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ചികിത്സിക്കുന്നത്? ആ ഒരു ചിന്താഗതി പല ആളുകളിലും ഉണ്ട്. ആവശ്യമില്ലാതെ മരുന്ന്, ഇപ്പോൾ ചിലർക്ക് ഇംഗ്ലീഷ് മരുന്ന് വിഷമാണെന്നുള്ള ചിന്താഗതി ഉള്ള ആളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം വീക്കായി വരികയാണ്. പ്രഷർ ഉണ്ടായാൽ ഈ പ്രഷറിന് എതിരായിട്ടാണ് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് കൂടുതൽ ശക്തിയായിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. ഈ പ്രഷർ ഉള്ള നമ്മുടെ രക്തക്കൊഴലുകളിലുള്ള പ്രഷറിനാണ് പ്രഷർ എന്ന് പറയുന്നത്. അതിനെതിരായിട്ട് പമ്പ് ചെയ്ത് നമ്മുടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, ഇടത്തെ വെൻട്രിക്കിളാണ്, ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അങ്ങനെ
അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രഷർ നിയന്ത്രിക്കാതിരുന്നാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിന് കൂടുതൽ ജോലിയാവും, കൂടുതൽ ശക്തിയായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യേണ്ടി വരും ഈ പ്രഷറിനെതിരായിട്ട് രക്തം ശരീരത്തിൽ എത്തിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഭിത്തികൾക്ക് കനം കൂടും. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ജിംനേഷ്യത്തിലൊക്കെ പോയി നമ്മുടെ മസിൽസ് എല്ലാം വീർത്ത് പുഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണ്, നമ്മൾ ബോഡി ഫിറ്റ്നസ് കൂടുകയും ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല, ഫിറ്റ്നസ് കുറയുകയും ചെയ്യുക, ഹാർട്ടിൻ്റെ ഫിറ്റ്നസ് കുറയും. അതായത് ഹാർട്ടിൻ്റെ മസിൽസ് ഹൈപ്പർട്രോഫി എന്ന് വെച്ചാൽ കനം കൂടുക. ഹാർട്ടിൻ്റെ മസിൽസ് ഇങ്ങനെ കനം കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഫിറ്റ്നസ് കുറയുകയാണ് ചെയ്യുക. അത് ലാസ്റ്റ് വന്നിട്ട് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകും. അതിന് നമ്മൾ പറയുന്ന അക്യൂട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ എന്നാണ്. അപ്പോൾ പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്യാതിരുന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിലേക്കാണ് പോവുക. അത് കൂടാതെ ഹൃദ്രോഗത്തെ സംബന്ധിച്ച്, അതായത് നമ്മളിപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസിനെ പറ്റിയാണ് പറഞ്ഞത്, അതായത് ഹാർട്ടിൽ ബ്ലോക്ക് വരുന്ന കാര്യത്തെ പറ്റി, ഈ ബ്ലോക്കിനും ഒരു കാരണമായിട്ട് മാറും ഈ പ്രഷർ നിയന്ത്രിക്കാതിരുന്നാൽ. പ്രഷറിൻ്റെ ഒരു അത് നമ്മൾ അറിയാതെയാണ് വരിക. നമ്മളിങ്ങനെ പ്രഷർ ആയിട്ട് കൊണ്ട് കിടക്കും, നമ്മൾ ചികിത്സിക്കില്ല, നമുക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അജേന പെക്ടീസ്, അതായത് ഇത് ചെറിയ തോതിൽ ബ്ലോക്ക് വന്നിട്ട് ഹൃദയത്തിലേക്ക് രക്തം ശരിക്കും പാസ് ചെയ്യാത്ത അവസ്ഥ, അതാണ് അജേന പെക്ടീസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദീകരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് വരും. അത് പ്രത്യേകിച്ചും പ്രഷറുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർ നോക്കുമ്പോൾ അവർക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, യാതൊന്നുമില്ല, തലവേദനയില്ല, മറ്റില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിലാണ് അവർ രോഗിയായിട്ട് മാറുക, പെട്ടെന്ന് രോഗിയായിട്ട് മാറുക. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ രോഗവ്യാപകമായിട്ട് അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയുണ്ട്. അതായത് പൊണ്ണത്തടിയും നിങ്ങളുടെ സെഡന്ററി ലൈഫ്, അതായത് വ്യായാമമില്ലാത്ത ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് ലോകത്തിലുള്ള ജനങ്ങളിൽ ഏകദേശം 3 ആളുകൾ പൊണ്ണത്തടിയിലേക്കാണ് പോകുന്നത്. കേരളത്തിലുള്ള ആളുകളിൽ ഏകദേശം 3 ആളുകൾ പൊണ്ണത്തടിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ഒരു രാജ്യത്ത് ഭക്ഷണം സുഭിക്ഷമായിട്ട് കിട്ടിയപ്പോൾ അത് അനിയന്ത്രിതമായിട്ട് കഴിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ യാതൊരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ സെഡൻറ്ററി ആയിട്ടിരുന്നൊരു ശീലം വന്നതിൻ്റെ പേരിൽ ജനങ്ങളിൽ 3 പേര്, കേരളത്തിലൊക്കെ 3 പേരും പൊണ്ണത്തടിയിലേക്ക് പോവുകയാണ്. പൊണ്ണത്തടിയിലേക്ക് പോയാൽ ഇത് മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ അവർ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടും, ഹൃദയത്തിനുള്ള ചാൻസ് കൂടും പൊണ്ണത്തടിയിൽ. പിന്നെയുള്ളത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി കൂടിച്ചേർന്നുള്ള ഒരു കുഴച്ചിലാണത് മെറ്റബോളിക് സിൻഡ്രോം. എല്ലാം കൂടി കൂടിച്ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, അതായത് ഷുഗർ ഉണ്ടാവും, പിന്നെ പ്രഷർ ഉണ്ടാവും, പിന്നെ ഇത് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, LDL കൂടുതലായിരിക്കും, HDL കുറവായിരിക്കും, പിന്നെ പൊണ്ണത്തടി ഉണ്ടാവും. ഇങ്ങനെ പല ഘടകങ്ങളും കൂടി ഒന്നിച്ച് ചേർന്ന ഒരു ഇതിനാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഈ മെറ്റബോളിക് സിൻഡ്രോം ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണമായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ ഈ പൊണ്ണത്തടിയും അങ്ങനെയുള്ള എല്ലാ ഇത് പ്രശ്നങ്ങളുള്ള ആളുകളിൽ ഈ മെറ്റബോളിക് സിൻഡ്രോം ഇതിൻ്റെ ഒരു ഇതിലേക്ക് അവർ പോവുകയാണ്, മെറ്റബോളിക് സിൻഡ്രോമിലേക്ക്. അപ്പോൾ അതും ഇതിനൊരു കാരണമായിട്ട് മാറും, മെറ്റബോളിക് സിൻഡ്രോം. പിന്നെയുള്ളത് വ്യായാമം. ഇപ്പോൾ ഈ പൊണ്ണത്തടിയും വ്യായാമവും തമ്മിൽ ബന്ധപ്പെട്ട സംഗതിയാണ്. വ്യായാമം ശരിക്ക് പറഞ്ഞാൽ മിതമായ വ്യായാമം മതി. അത് ഒരാഴ്ചയിൽ 300 മിനിറ്റ്, 55, അതായത് ഏകദേശം 45 മിനിറ്റ് ഡെയിലി വ്യായാമം, അത് മതി. അമിതമായ വ്യായാമം ചെയ്യുന്നവരിൽ കണ്ടിട്ടുള്ളത് അതെറോസ്ക്ലെറോസിസ് കൂടുകയാണ് ചെയ്യുക. അമിതമായ വ്യായാമം ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കൊള്ളികളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് വരുന്ന ആ പ്രശ്നം കൂടി അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ വിചാരിക്കുക കൂടുതൽ വ്യായാമം ചെയ്താൽ
അഥെറോസ്ക്ലെറോസിസ് കുറയുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കൂടുതൽ വ്യായാമം ചെയ്യുന്നവരിൽ അഥെറോസ്ക്ലെറോസിസ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ അതിനനുസരിച്ച് ഹൃദ്രോഗം കൂടുതലില്ല. ഹൃദ്രോഗം സത്യത്തിൽ അവരിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അഥെറോസ്ക്ലെറോസിസ് കൂടിയാൽ ഹൃദ്രോഗം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അധികമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ അഥെറോസ്ക്ലെറോസിസ് കൂടുമെങ്കിലും അവർക്ക് ഹൃദ്രോഗം കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈരുദ്ധ്യം അവിടെ കാണാം. അപ്പോൾ ഏതാണ്ട് മിതമായ വ്യായാമം അത് മതി. ഒരു ദിവസം 45 മിനിറ്റ് സ്പീഡിൽ നടക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഈ വ്യായാമത്തിൻ്റെ കൂട്ടത്തിൽ യോഗാസനം, ആ യോഗാസനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇന്നും സമൂഹം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. യോഗാസനം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ഒരു സന്തുലിതമായ ആരോഗ്യ സ്ഥിതി നിലനിർത്തുന്നതിന് യോഗാസനം വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഗതിയാണ് യോഗാസനം. അതുപോലെ മെഡിറ്റേഷൻ, ഒരു ചെറിയൊരു 10 മിനിറ്റ് മെഡിറ്റേഷൻ, അതും ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ വേറൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാനസിക സംഘർഷം ഉണ്ടാകുന്ന അവസരങ്ങളിൽ അറ്റാക്കിന് സാധ്യത കൂടുതലാണ്. മാനസിക സംഘർഷം ഉണ്ടാകുന്ന അവസരങ്ങളിൽ അറ്റാക്കിന് സാധ്യത കൂടുതൽ. അത് ഇതിൻ്റെ ഒരു മറുവശമാണ്. ശക്തമായ മാനസിക സംഘർഷം ഇതിനൊരു കാരണമാണ്. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആളുകൾ വഴക്ക് കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീട് മരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ രീതിയിലുള്ള മരണമാണ് സംഭവിക്കുന്നത്. ശക്തമായ മാനസിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അറ്റാക്കാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന കാരണങ്ങൾ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കൊഴുപ്പ്, അതായത് ഫാറ്റ് കൂടുതലാവുന്ന പ്രശ്നം. അത് ഹൈപ്പർ ലൈപ്പിഡീമിയ എന്ന് പറയും നമ്മൾ. ലൈപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ഹൈപ്പർ ലൈപ്പിഡീമിയ എന്ന് പറഞ്ഞാൽ ഫാറ്റ് കൂടുതലുണ്ടാകുന്ന അവസ്ഥ, ഹൈപ്പർ ലൈപ്പിഡീമിയ. അത് പലതരത്തിലുള്ള ധാരാളം ജനിതകമായ കാരണങ്ങളാൽ ഈ ഫാറ്റ് കൂടുതലായിട്ടുണ്ടാവാം നമ്മളിൽ. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ഘടകങ്ങളുണ്ട് ഫാറ്റിൽ. കൊളസ്ട്രോള്, HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്. ഇത്രയും ഭാഗങ്ങളാണ് ഫാറ്റ് എന്ന് പറഞ്ഞതിലുള്ളത്. ഇതിങ്ങനെ പല രീതിയിൽ പല കോമ്പിനേഷനിൽ പോകുന്നത്. ഇതിൽ നല്ല ഫാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് HDL, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ഇത് ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, ഇത് വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ LDL, ഈ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എപ്പോഴും 45-ന് മേലെ ആയിരിക്കണം. അത് നമ്മുടെ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യും, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇത് കൂട്ടാനായിട്ട്. പ്രധാനമായിട്ടും 2 സംഗതികളാണ്, 2-3 സംഗതികൾ വെച്ചാണ് ഇത് കൂട്ടുക. ഒന്ന്, നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ കൂടും. പിന്നെ ചെറിയ തോതിൽ ആൽക്കഹോൾ കഴിച്ചാലും ഈ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ കൂടും. പിന്നെ സ്ത്രീകളിലുള്ള ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ, നാച്ചുറൽ ഈസ്ട്രജൻ, അതാണ് സ്ത്രീകൾക്ക് ഈ മെൻസസ് നിൽക്കുന്ന കാലത്തിന് മുമ്പ് അറ്റാക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം. നാച്ചുറൽ ഈസ്ട്രജനും ഈ HDL, ഈ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ കൂട്ടും. അപ്പോൾ ഇത് ഹൈ ആയിരിക്കണം, ബാക്കി എല്ലാം കുറവായിരിക്കണം. ഇതിപ്പോൾ പണ്ടൊക്കെ ഇതിനൊക്കെ കുറേ കൂടിയൊക്കെ ലിബറലായിട്ടുള്ള വാല്യൂ ആണ് തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ സ്ട്രിക്റ്റായിട്ട് കുറച്ചൊക്കെ ഉണ്ട്. ഈ LDL പ്രത്യേകിച്ച് ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം 50-ൽ താഴെയും കുറച്ച് പ്രായമായല്ല 60-ൽ താഴെയാണ് ഇപ്പോൾ പറയണത് ഈ LDL. അത് അങ്ങനെ ആക്കിയിട്ടൊക്കെ കുറച്ച് പാടുണ്ട്. പിന്നെ ട്രൈഗ്ലിസറൈഡ് അത്രയ്ക്ക് പ്രാധാന്യമില്ല, പക്ഷേ എങ്കിലും 100-ൽ താഴെയൊക്കെ നിൽക്കുന്നതാണ് എപ്പോഴും തന്നെ. കൊളസ്ട്രോളും
ഒരു 100-ൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൃത്യമായിട്ട് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റിയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇത് മൂന്നെണ്ണം നിയന്ത്രിക്കാൻ, പക്ഷേ ഇത് നിയന്ത്രിക്കാൻ പറ്റിയിരിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതുപോലെ കൊഴുപ്പിൻ്റെ ഘടകങ്ങൾ കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്നുകളിൽ എല്ലാ കൊഴുപ്പുകൾക്കും ഫലപ്രദമല്ല. ഉദാഹരണമായിട്ട് പല മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ട്രൈഗ്ലിസറൈഡ് ഫലപ്രദമല്ല. ട്രൈഗ്ലിസറൈഡിന് വേറെ മരുന്ന് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാറില്ല സാധാരണ. ഇതിനൊക്കെ സാധാരണ കൊടുക്കുക ഇപ്പോൾ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞൊരു തരം ഒരു വിഭാഗത്തിൽപ്പെട്ട മരുന്ന്, അതായത് റോസുവാസ്റ്റാറ്റിൻ. ഇതൊക്കെ സാധാരണ ആളുകൾക്ക് പറയാം. അറ്റോറോസ്റ്റാറ്റിൻ, ഇതാണ് സാധാരണ നമ്മൾ കൊടുക്കുക ഇതൊക്കെ കുറയ്ക്കാനായിട്ട്. ഈ ട്രൈഗ്ലിസറൈഡിന് വേറെയാണ് ജെംഫിബ്രോസിൻ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുക്കുന്നത്. അത് പക്ഷേ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാറില്ല. ഇത് കുറഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ പുതിയതായിട്ട് ചില മരുന്ന് കേൾക്കട്ടെ, എസിറ്റിമിബേ. എസിറ്റിമിബേ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ഇതുപോലെ ഫാറ്റ് കൊഴുപ്പ് കുറയ്ക്കാനുള്ള ഒരു പുതിയ മരുന്നാണത്, എസിറ്റിമിബേ. പിന്നെ വേറെ ഒരു കൊല്ലത്തിൽ 2 ഇഞ്ചക്ഷൻ വെച്ചാൽ മതി, ഇൻഗ്ലിസറാൻ. ഇത് സ്ഥിരം വേണ്ട. ഒരു കൊല്ലത്തിൽ 2 ഇഞ്ചക്ഷൻ വെച്ചാൽ മതി. 6 മാസം കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിന് പുതിയ മരുന്നാണത്. അപ്പോൾ ഇന്ത്യയിൽ കാര്യമായിട്ട് ആയിട്ടില്ല അത്, ഇൻഗ്ലിസറാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റ് കുറയ്ക്കാനുള്ള ഇത്. അപ്പോൾ ഫാറ്റ് ഈ ലെവലിൽ നിർത്തണം. വെറുതെ ഫാറ്റ് കുറയ്ക്കാൻ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഫാറ്റ് LDL 60-ൽ താഴെ പ്രായമായവരിലും ചെറുപ്പക്കാരിൽ 50-ൽ താഴെയായിട്ട് നിൽക്കണം. എന്നാലേ അത് ഫലപ്രദമാവുള്ളൂ. HDL 45-ൽ മേലെ നിർത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, ഇത് പ്ലേറ്റ് ഫോർമേഷനാണ് ബ്ലോക്ക്. അതായത് രക്തക്കുഴലിൽ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വേണ്ട അടിഞ്ഞു കൂടി ഇനി നമ്മൾ പ്ലേക്ക് എന്താ പറയുക, പ്ലേക്ക്. സാധാരണക്കാരുടെ ഭാഷയിൽ ബ്ലോക്ക് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ 2 ഇതായിട്ട് നമുക്ക് പറയാം. അത് ലഘുവായിട്ടുള്ള രോഗാവസ്ഥയ്ക്ക് നമ്മൾ പറയുക ആൻജൈന പെക്ടറിസ്. ഹാർട്ട് അറ്റാക്കിൻ്റെ മെഡിക്കൽ ടേമാണ് മയോകാർഡിയൽ ഇൻഫാർഷൻ. ഇത് സാധാരണക്കാരുടെ വാക്ക്, മയോകാർഡിയൽ ഇൻഫാർഷൻ. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് MI. MI എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. ഈ അഞ്ജൈന പെക്ടറിസ് 3 തരമുണ്ട്. ഇതിപ്പോൾ അഞ്ജൈന പെക്ടറിസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഫുള്ളായിട്ടില്ല, ഭാഗികമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അഞ്ജൈന പെക്ടറിസ്. ഇത് 3 തരമുണ്ട്: സ്റ്റേബിൾ അഞ്ജൈന, അൺസ്റ്റേബിൾ അഞ്ജൈന, പ്രിൻസ് മെറ്റൽസ് അഞ്ജൈന. ഈ 3 തരം അഞ്ജൈന പെക്ടറിസ് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് നമ്മൾ 2 തരത്തിലാണ് പറയുക. ഒന്ന് സ്റ്റെമി, മറ്റത് നോൺ സ്റ്റെമി. സ്റ്റെമി എന്ന് പറഞ്ഞാൽ ST സെഗ്മെൻറ്റ് എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർഷൻ, അതാണ് എൻ്റെ ഫുൾ ഫോം. ST സെഗ്മെൻറ്റ് അതായത് നമ്മൾ ECG നോക്കിയിട്ട് ചില വ്യത്യാസങ്ങൾ അതനുസരിച്ചാണ് ഇത് നമ്മൾ ഇത് ചെയ്യുക. ECGയിലേക്ക് ഇതാണ് ECG. ECGയിൽ ഇതിന് നമ്മൾ പറയുക P വേവ് എന്ന് പറയും. ഇത് Q, ഇത് RS, ഇത് S, ഇത് T. ഇത്രയേ ഉള്ളൂ ECG. ഇതിനെ പല രീതിയിലും മാറ്റം വരുന്ന നമ്മൾ വ്യാഖ്യാനിച്ചിട്ടാണ് ഓരോ സംഗതി. ഇതിൽ എസും ടിയും തമ്മിലുള്ള ഇതാണ് ഈ വര.
ST, ഇതിന് നമ്മൾ ST സെഗ്മെന്റ് എന്ന് പറയും. ECGയിൽ ST സെഗ്മെന്റ് പൊങ്ങിയാൽ, അത് ഇവിടെ നിന്ന് ഇത് ഇവിടെ വന്ന് ഇവിടേക്ക് വരുന്ന ഇറച്ചി വരാം, അത് നമ്മളവരുടെ ST എലിവേഷൻ എന്നാണ് പറയുക. ST എലിവേഷൻ ഇത് ഹാർട്ട് അറ്റാക്കിൽ ഉള്ളൊരു പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസമാണ്, ഒരു ചേഞ്ചാണ് ECGയിൽ കാണുക, ST എലിവേഷൻ. അത് അങ്ങനെ ST എലിവേഷൻ ഉണ്ടായിട്ടുള്ള അറ്റാക്കിലാണ് അവിടെ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർഷൻ, അതായത് STEMI. അതിൻ്റെ ഷോർട്ട് ഫോമാണ് STEMI, ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർഷൻ. അതൊരു തരം ഇത്. മറ്റത് നോൺ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർഷൻ, അതാണ് നോൺ STEMI. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ രണ്ടിതായിട്ട്, ഇത് കുറച്ചുകൂടി ഗൗരവം കുറഞ്ഞാണ്, ഇത് കുറച്ചുകൂടി ഗൗരവം കൂടിയതാണ്. ഇതിൽ ഈ ST എലിവേഷൻ ആണ്, ചിലപ്പോൾ ST ഡിപ്രഷൻ ആയിരിക്കും ഈ നോൺ STEMIയിൽ. ഇതിങ്ങനെ താഴോട്ട് പോരും, മുകളിലേക്ക് പോകേണ്ടത് താഴോട്ട് പോരും, ST ഡിപ്രഷൻ. അപ്പോൾ അതാണ് ഈ അറ്റാക്കിൻ്റെ രണ്ട് രീതി. ഒന്ന് ശക്തി കൂടിയത്, മറ്റേത് ശക്തി കുറഞ്ഞത്. ഇതിപ്പോൾ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, പക്ഷെ വലിയ പ്രശ്നമില്ല. നിങ്ങൾ നടക്കുമ്പോൾ കുറച്ച് വേദന വരും, അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ കുറച്ച് വേദന വരും, എന്നിട്ട് ഒരു ഗുളിക നാക്കിൻ്റെ ഇട്ട് അപ്പോൾ അത് വേദന കുറഞ്ഞു, അവിടെ അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്നു, വേദന മാറി, നിങ്ങൾ പോയി. അൺസ്റ്റേബിൾ അഞ്ചൈന അതല്ല. അൺസ്റ്റേബിൾ അഞ്ചൈന നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ള വേദനയുടെ ലെവൽ കൂടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ നമ്മൾ അത് കുറച്ച് സീരിയസ് ആണത്. അത് അറ്റാക്കിനോട് അടുത്ത് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വളരെ നമ്മൾ ഗൗരവമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അൺസ്റ്റേബിൾ അഞ്ചൈന. പ്രിൻസിപ്പറ്റൽസ് അഞ്ചൈന എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല പ്രിൻസിപ്പറ്റൽസ് അഞ്ചൈന. അത് എന്താ സംഭവിക്കുക, രക്തക്കൊള്ളി ചുരുങ്ങിയിട്ട് രക്തോട്ടം കുറയും. അതിന് നമ്മൾ വാസോസ്പാസം എന്നാണ് പറയുന്നത്. വാസോസ്പാസം എന്ന് പറഞ്ഞാൽ, വാസോ എന്ന് വെച്ചാൽ രക്തക്കൊഴൽ, സ്പാസം എന്ന് പറഞ്ഞാൽ ചുരുങ്ങൽ, രക്തക്കൊഴൽ ചുരുങ്ങൽ. അപ്പോൾ രക്തക്കൊഴൽ ചുരുങ്ങിയിട്ട് വരുന്ന അഞ്ചൈനക്കാണ് പ്രിൻസിപ്പറ്റൽസ് അഞ്ചൈന. അതിൽ പക്ഷേ വേറെ പ്രത്യേകത കാണാൻ വെച്ചാൽ അതിൽ ST സെഗ്മെൻറ്റ് എലിവേഷൻ ഉണ്ടാവും ECGയിൽ. സാധാരണ ഇതിലൊന്നും ST സെഗ്മെൻറ്റ് എലിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതായത് ഇൻഫാർഷൻ വന്ന, അതായത് അറ്റാക്ക് വന്നിട്ടുണ്ടാകുന്ന ST സെഗ്മെൻറ്റ് എലിവേഷൻ ഈ പ്രിൻസിപ്പറ്റൽസ് അഞ്ചൈനയിൽ വരും. പക്ഷേ ഇത് ഘടനാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊറോണറി ആർട്ടറി, അതായത് ഹൃദയത്തിലേക്കുള്ള ആർട്ടറികൾക്ക് യാതൊരു കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം, വലിയ പ്രശ്നമില്ലെങ്കിൽ. ഇതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് തന്നെ അതെടുക്കണം, സീരിയസ് ആയിട്ട് തന്നെ അത് കാര്യങ്ങൾ ചെയ്യണം. ഇതും സാധാരണ മരുന്ന് കൊണ്ടൊക്കെ ചികിത്സിച്ച് പോകും. ഈ STEMI ഒരു എമർജൻസിയാണ്, അത് എമർജൻസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോൺ STEMI ചില സാഹചര്യങ്ങളിൽ എമർജൻസിയാണ്, അപ്പോൾ അത് എമർജൻസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ നമുക്കത് സാധാരണ രീതിയിലുള്ള മാനേജ്മെൻറ്റ് കൊണ്ടത് പറ്റാം. അടുത്ത ഇതിൽ നമ്മൾ ഇതിൻ്റെ ചികിത്സയെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.